ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കളും അറിഞ്ഞു കാണുമല്ലോ അമ്മയിലുണ്ടായ ഈ ഒരു കൂട്ടരാജി. എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? തീർച്ചയായിട്ടും ഇതിനകത്ത് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഈ അമ്മയിലെ എന്റെ പച്ച മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ അമ്മയിലെ ചില പിഴച്ച മക്കൾ കാരണം മൊത്തം സിനിമാക്കാർക്ക് പേരുദോഷം ഉണ്ടായി ഇപ്പോൾ. ഒന്നത്. രണ്ട്, ഈ അമ്മ എന്ന് പറയുന്ന സംഘടന, അമ്മ എന്നല്ല, ഞാൻ AMMA എന്ന് തന്നെയാണ് പറയുന്നത്. ഈ AMMA എന്ന് പറയുന്ന സംഘടന ഇതിനകത്ത് ഒരു 135 ഓളം ആളുകൾക്ക്, അതായത് അശരണരായ ആളുകൾക്ക്, നല്ല കലാകാരന്മാർക്ക്, സിനിമയിൽ സജീവമായി നിന്ന ആളുകളുമൊക്കെ അവർക്കുമൊക്കെ ഈ മാസം തോറും കൊടുക്കുന്ന ഒരു കൈനീട്ടം എന്ന് പറഞ്ഞൊരു പണമുണ്ട്. 5000 രൂപയേ ഉള്ളൂ എങ്കിലും ഈ 5000 രൂപയ്ക്ക് വേണ്ടി മാത്രം ഇതിനെ ആശ്രയിക്കുന്ന ഒരു 135ഓളം അശരണരായ കലാകാരന്മാരുണ്ട്. അതുപോലെ അവരെ മെഡിക്കൽ ഇൻഷുറൻസ്, അവരെ മെഡിക്കലും ഒക്കെ കിട്ടുന്ന ഒരു സംഘടനയായിരുന്നു ഈ AMMA. പക്ഷെ ഈ കാണിച്ച വൃത്തികേടുകൾ കാണിച്ച അതിനകത്തിരുന്ന ചില ആളുകൾ, അവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കോടികളൊക്കെ കൈപ്പറ്റുകയും ആ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റുന്നു. അതേപോലെ തന്നെ സിനിമയിൽ തനിക്ക് എന്തും കാണിക്കാം എന്നൊരു അഹങ്കാരം തലയ്ക്ക് പിടിച്ച ആളുകളാണ് ഇതിനെ കൊണ്ടുവന്ന് കുഴപ്പത്തിൽ ചാടിച്ചത്. അല്ലാതെ ഈ സംഘടനയെ കൊണ്ട് കുഴപ്പത്തിൽ ചാടിച്ചത് മമ്മൂട്ടിയോ മോഹൻലാലോ പൃഥ്വിരാജോ കുഞ്ചാക്കോബനോ ഒന്നും അല്ല. ഇവരെയൊക്കെ മണിയടിച്ച് നടക്കുന്ന ഇടവേള ബാബുവിനെ പോലെയൊക്കെയുള്ള ചില വാൽമാക്രികളാണ് ഇവരെ ഇങ്ങനെ എന്താ പറയുക ഈ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരാളെങ്കിലും എടുത്തു പറയാനുണ്ടോ? ഇനി ഈ പറഞ്ഞ ഈ കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരാളെയെങ്കിലും വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആർക്കെങ്കിലും ധാരണയുണ്ടോ? ഇനി എത്ര പേർക്കെതിരെ ആക്ഷേപങ്ങൾ വരില്ല എന്ന് ആര് കണ്ടു? ഓരോ മിനിറ്റുകൾ കഴിയും തോറും വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇവർ കാണിച്ച പരാക്രമങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയല്ലേ. ശ്രീ ബൈജു കൊട്ടാരക്കര, അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടൻ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾ കണ്ടത്. അന്ന് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ ആ നിഷേധിച്ചതൊക്കെ തന്നെയും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയല്ലേ ഇപ്പോഴത്തെ ഈ ഒരു നടപടി? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം സിദ്ദിഖ് ഇതിനു മുമ്പ് തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ തന്നെ, ഞാൻ 10-15 വർഷമായാലും ഈ സിനിമയിൽ എനിക്കറിയാം, ഈ കൃഷ്ണകുമാർ സിനിമയിൽ ഉള്ള ഒരു സംഗതിയുണ്ട്. അതായത് നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കാളിലും സുതാര്യമായി കാര്യങ്ങൾ എത്ര സുതാര്യമായി ചെയ്തെന്ന് പറഞ്ഞാലും അത് സെക്കൻഡുകൾക്കുള്ളിൽ പരസ്യമാവും. സെക്കൻഡുകൾക്കുള്ളിൽ 10, 150, 200 പേരെ ജോലി ചെയ്യുന്ന ആ ലൊക്കേഷനിലുള്ള എല്ലാ ആളുകളും അറിയും. അങ്ങനെ ഒരു സിനിമ ഇൻഡസ്ട്രി മുഴുവൻ അറിയാൻ മണിക്കൂറുകൾ പോലും വേണ്ട. അതാണ് സിനിമ ഇൻഡസ്ട്രി. ഇത് സിനിമയിൽ നേരത്തെ നടന്നിട്ടുള്ള കാര്യങ്ങളും ഈ നേരത്തെ ഇവരെ പോലെയുള്ള ചില ആളുകളൊക്കെ കാണിച്ചിട്ടുള്ള ഈ വൃത്തികേടുകളും ഒക്കെ പലതവണ പല ആവർത്തി ഞാൻ കേട്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങളും ഒക്കെ. അപ്പൊ അതിനൊന്നും ഒരു പുതുമയില്ല. സിദ്ദിഖ് പറഞ്ഞതിനൊന്നും ഒരു പുതുമയില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സിദ്ദിഖ് ചതി ചെയ്യുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ ദിലീപിനൊപ്പം നിന്നു, 8ാം പ്രതിയായ ദിലീപിനൊപ്പം നിന്നു എന്ന് മാത്രമല്ല, ആരോടൊപ്പം നിൽക്കുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ അദ്ദേഹം ഒരു ഭാരവാഹി സ്ഥാനത്ത് അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മറ്റോ ആണ്, അന്ന് ഇരുന്നു കൊണ്ട് ദിലീപിനോട് ഏറ്റവും അടുപ്പം കാണിക്കുകയും അയാളെ കാണാൻ പോവുകയോ വരികയോ ഒന്നുമല്ല പ്രശ്നം, മൊഴി വരെ മാറ്റി പറഞ്ഞു. ഈ AMMA എന്ന സംഘടനയിലെ 21 പേരോളമാണ് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത്, ഈ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ. അന്നേരം ഇവരുടെയൊക്കെ മനസ്സെന്താണ്? അപ്പൊ ഇവരെ കൂടെയുള്ള ആളുകളെ സംരക്ഷിക്കാനാണോ നിൽക്കുന്നത്, അതോ വേട്ടക്കാരെ സംരക്ഷിക്കാനാണോ നിൽക്കുന്നത്? അപ്പൊ വേട്ടക്കാരെ സംരക്ഷിച്ചു നിന്ന ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ടത് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വൈകിപ്പോയി എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ.